എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ജസ്പ്രീത് ബുംറയുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിനെതിരെ രാജ്കോട്ടിൽ നടക്കുന്ന 3ാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ കളത്തിൽ ഇറങ്ങുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ ബുംറയ്ക്ക് പകരം മുഹമ്മദ് സിറാജിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. 5 ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിലെ അവസാന 2 ടെസ്റ്റുകളിൽ ബുംറ മടങ്ങിയെത്തും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിശാഖപട്ടണത്ത് നടന്ന 2ാം ടെസ്റ്റിൽ ബുംറയുടെ ബൗളിംഗ് മികവും യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറിയുമാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. 2 ഇന്നിംഗ്സുകളിലായി 91 റൺസ് വിട്ടുകൊടുത്ത് 9 വിക്കറ്റുകളാണ് ബുംറ നേടിയത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ 28 റൺസിന് തോറ്റതിന്റെ ക്ഷീണം 106 റൺസിന്റെ ജയത്തോടെ ഇന്ത്യ തീർത്തിരിക്കുകയാണ്. ഇനി 3ാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ തന്നെ ടീമിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളി താരം സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് വിക്കറ്റ് കീപ്പറുടെ മോശം ഫോമാണ്. KS ഭരത് തീർത്തും നിരാശപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ യുവതാരം ധ്രുവ് ജുറേലിനെ പരിഗണിക്കുകയെന്നതും ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ഇഷാൻ കിഷന്റെ തിരിച്ചുവരവാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇഷാന് നേരിട്ട് തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയതുമാണ്. നിലവിലെ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഇഷാൻ കിഷനെ T20 ലോകകപ്പിൽ നിന്ന് തഴയാനും സാധ്യതകളുണ്ട്. ഇതോടെ സഞ്ജു സാംസണിന്റെ സാധ്യതകൾ ഉയർന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാണ്. കേരളത്തിന്റെ നായകനായി സഞ്ജു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ടെസ്റ്റ് ടീമിലേക്ക് കന്നി വിളിയെത്തുമോയെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. രോഹിത് ശർമ്മ സഞ്ജുവിനെ പിന്തുണക്കുന്നതിനാൽ സാധ്യത ഏറെയാണ്. പരിശീലകൻ ദ്രാവിഡിനും സഞ്ജുവിനെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. 3ാം ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ വരുത്തിയേക്കും. വിരാട് കോഹ്ലി തിരിച്ചെത്തുമ്പോൾ രജത് പാട്ടിധാറിന്റെ സീറ്റ് നഷ്ടമായേക്കും. എന്നാൽ 2ാം ടെസ്റ്റിൽ കളിച്ചില്ലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായി തിളങ്ങിയ സർഫ്രാസ് ഖാൻ ടീമിൽ തുടർന്നേക്കുമെന്നാണ് സൂചന. ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ 3ാം ടെസ്റ്റിൽ ഉണ്ടാകില്ല, പകരം മുഹമ്മദ് സിറാജ് ടീമിൽ എത്തും. അതുപോലെ തന്നെ ടീമിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള മറ്റ് താരങ്ങളാണ് വാഷിംഗ്ടൺ സുന്ദർ, സൗരഭ് കുമാർ, KL രാഹുൽ എന്നിവർ. ശക്തമായ തിരിച്ചുവരവാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായ മുന്നൊരുക്കത്തോടെ ഇറങ്ങിയില്ലെങ്കിൽ 3ാം മത്സരത്തിൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ബുദ്ധിമുട്ടാകും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.